എന്താ ചെയ്യ ഈ പ്രായത്തിൽ ഇപ്പൊ ഇവനെ അല്ല പറക്കാൻ നടക്കലേ എന്റെ പണി. സൂര്യ എന്റെ കുട്ടിയെ വയ്യ എനിക്ക്. അയ്യോ കയ്യും കാലൊന്നും മടക്കണില്ല. സൂര്യ നിനക്കുള്ള ഇലയൊക്കെ കൊണ്ടുവന്നുണ്ട് ഞാന്. അത് നോക്കിയേ. ആ മൊബൈൽ എവിടെയെങ്കിലും എടുത്തു വെക്കടാ. കളിക്കണല്ലപ്പോ ഇത് പഠിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഞാനാണോ പരീക്ഷ എഴുതണേ? ആണോ? എടാ ഇതൊക്കെ ചോദിക്കുമ്പോ പറയാ വേണം കുട്ടിയെ. അത് ടീച്ചർ അറിയില്ല, അത് പൊട്ടിച്ചോണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ചോദിക്കുമ്പോ നിനക്ക് പറയാൻ കിട്ടിയില്ലെങ്കിൽ ടീച്ചർ അറിയും ഇത് നിന്റെ മുത്തശ്ശൻ ചെയ്തു തന്നല്ലടാന്ന് ചോദിക്കും. സൂര്യ അതാ നോക്കിയേ, ഇത് മാവിന്റെ അല്ല. ഇത് കേൾക്കുണ്ടോ നീ? ഒന്നാമത്തെ ഈ ജാതി പണിയൊന്നും കുടുംബത്തുള്ള ആൾക്കാരല്ല ചെയ്യണ്ട. അയ്യമ്മേ കാലൊന്നും മടങ്ങണില്ല. സൂര്യ അത് കേൾക്കുണ്ടോ നീയേ? ഇത് മാവിന്റെ ഇല, ഇത് പേരയുടെ ഇല, ഇത് തുളസി, ഇത് ചെമ്പരത്തി. ഇതെന്താ ഇത് എന്താ ഇത് പൊട്ടിച്ച് ഞാനാണ് നോക്കുന്നല്ലേ. ഇത് ഇരുമ്പാവുളി. ഇത് എന്തിന്റെ അവിടെ ആവശ്യമില്ല, അത് കളയാം. എല്ലാരും പൊട്ടിച്ചു കൊടുക്കണം. എന്തോ മോൻ അതിന് ഉള്ളിന്ന് ഇതുവരെ തല തിരിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ അവന് ഒട്ടിക്കേണ്ടത്. ഒന്നാമത്തെ ഗുരുത്തം കൊട്ട കുറെ പണിയുണ്ട് ഇപ്പൊ സ്കൂളില്. ഈ ഇലപ്പ ഇതിൽ ഒട്ടിച്ചോണ്ട് കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല. ഊണ് കഴിച്ചിട്ടില്ലേ? എത്ര നേരമായിട്ടോ? എന്താ കുട്ടിയത്? അടുത്ത് വയ്ക്കാ അവിടെ. ഈ നേരമായിട്ട് ഊണ് കഴിച്ചിട്ടില്ലേ നീ? ആ മൊബൈല് ഇടാ. എന്റെ മൊബൈൽ അതങ്ങോട്ട് താങ്ങണ്. പിന്നെ എന്താ കഴിക്കേണ്ടത് എനിക്ക്? എന്തുണ്ട്? അതെ, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ല അത്. നീ ഇത് കഴിക്ക്, ഊണ് കഴിക്ക്. മുത്തച്ഛൻ ചോറുണ്ടല്ലേ, നാളത്തെ തിന്നണ്ട. അമ്മമ്മ പറയട്ടെ, എങ്ങോട്ട് നോക്ക്. അമ്മമ്മ പറയണ കേക്ക്. നോക്കൂ. ഇപ്പൊ ഈ ചോറുണ്ടാല് മുത്തച്ഛൻ മോനെ പുറത്ത് കൊണ്ടുപോയിട്ട് അൽഫാം മേടിച്ചു. മോനെ അമ്മമ്മ വായിൽ തരാല. അതേ ഇപ്പൊ ആ ജാതി സാധനം ഒന്നും വേണ്ട. ഉച്ചക്ക് വിശക്കുമ്പോ ഊണ കഴിക്ക. ഊണ് കഴിക്ക്. നീ കുസർത്തി കാട്ടുണ്ട്. എനിക്ക് അത് എടുത്തു വെക്ക. നീയേ എന്താ സൂര്യ നീ പറഞ്ഞാ മനസ്സിലാവാത്തത്? എനിക്ക് കളിക്കട്ടെ. മതി കളിച്ച് അങ്ങോട്ട് കൊണ്ടാ. അതാ 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 എങ്ങോട്ടാ അച്ഛൻ. ഹലോ. എന്തോനെ? എനിക്ക് അൽഫാം മേടിച്ചെന്നില്ല മുത്തച്ഛൻ. അച്ഛ പറയാട്ടോ, വാങ്ങിത്തരാൻ പറയാ. അമ്മമ്മ കൊടുത്തേ. ആ മോനെ എന്താ അവിടെ പ്രശ്നം? എടാ അല്ലടാ, അവൻ ചോറുണ്ടണില്ലേ. അവന് ഇഷ്ടമുള്ള ഒന്നും വാങ്ങി കൊടുക്കണല്ലേ കഴിക്കാൻ. അച്ഛൻ അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. അതിപ്പോ ചോറുണ്ണാൻ വേണ്ടി നിർബന്ധിക്കാണ്. ലേശം വാശി കൂടുതലാണ് ഇപ്പോ. അതെ, ഞാൻ വിളിച്ചതേ, മോന് ഓട്ടോറിക്ഷക്കല്ലേ സ്കൂളിൽ പോണത്. അത് സേഫ് അല്ല. അതുമല്ല, അവന്റെ കൂടെ പഠിക്കണ പിള്ളേരൊക്കെ കാറിനാണ് വരണത്. കാറിന് കൊണ്ടുപോയി ആക്കണം, അല്ലാതെ നമ്മുടെ ഒരു ഇമേജിന് കുറവാണ്. അപ്പേ അച്ഛനോടെ ഡ്രൈവിംഗ് പഠിക്കാൻ പറയണം പെട്ടെന്ന്. വെറുതെ ഇരിക്കല്ലേ വീട്ടില്. അച്ഛനോ? അപ്പൊ ഒരു സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്താലേ, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കിയിട്ടുണ്ട്, അത് വാങ്ങി അവിടെ ഇടാം. അപ്പൊ രാവിലെ അച്ഛനെ കൊണ്ടുപോയി ആക്കുകയും വൈകുന്നേരം കൊണ്ടുവരികയും ചെയ്യാല്ല. വെറുതെ ഇരിക്കാൻ വേണ്ട, നമ്മുടെ സ്റ്റാറ്റസിനും കുറവില്ല. ഒരു കാര്യം ചെയ്, നീയേ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ. ഞാൻ കൊടുക്കാം. പറഞ്ഞാ മതി. എന്താ? ഹലോ ഹലോ. ഓ കട്ടായല്ലോ. കട്ടായോ? എന്താ പാവം പറഞ്ഞേ? ഇവൻ സ്കൂളിൽ പോണ കാര്യം പറഞ്ഞതാ. അതൊക്കെ അന്വേഷിക്കാനും പറയാനൊക്കെ അവന് നേരമുണ്ട്. അച്ഛനോട് സംസാരിക്കാൻ നേരമില്ല.
അതെ, ഇനി ഇവനെ സ്കൂളിൽ ആ ഓട്ടോയിൽ വിടണ്ടാന്ന്. പിന്നെ നടത്തി പറഞ്ഞയക്കേ? അല്ല, അച്ഛനോട് ഡ്രൈവിംഗ് പഠിക്കാനാ അവൻ ഇപ്പോഴും പറഞ്ഞത്. എന്താ നീ പറയുന്നു മണ്ടു? തന്നെ നടക്കാൻ വയ്യ എനിക്ക്. ഞാൻ എന്റെ ഇട കൂടെ ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഡ്രൈവിംഗ് കൂടി പഠിക്കാത്ത കേടേ ഉള്ളൂ. അല്ല, അവനെ കാറിൽ കൊണ്ടുപോയാ മതിന്ന്. അവൻ അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് വിളമ്പിയാ മതി. ഞാൻ ഈ കുട്ടീനെ ആലോചിച്ചിട്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വേണ്ടതുണ്ട് പറയാൻ. പോട്ടെ പോട്ടെ നിൽക്കും തോറും ഏറി ഏറി വരിക. ഇങ്ങോട്ട് വാ, വാ കഴിക്കാൻ വാ. ഇത് ഇനിയിപ്പോ എവിടെ പോയിട്ടപ്പൊ ഇത് പഠിക്കുക? അതിപ്പോ ഇവിടെ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കേ. ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടെ ഞാൻ ഈ വയ്യാത്ത ആള് ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറിയിട്ട്. അപ്പൊ അവൻ പറയണത് എല്ലാ കുട്ടികളും സ്വന്തം വീട്ടിലെ സ്വന്തം വണ്ടിയിലൊക്കെയാ വരുന്നത്, എന്റെ മോൻ മാത്രം ഓട്ടോയിൽ പോണു, അത് വേണ്ടാന്നൊക്കെ പറയും. അവരത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഇതിവിടെ ഓരോരോ വീടുകളിൽ കുട്ടികളെ കൊണ്ടാക്കുന്നുണ്ട് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശി എന്നല്ല കൊണ്ടുവിടണേ. ആ വീടുകളിലൊക്കെ ആളുകളുണ്ട്. ഈ വയസ്സാം കാലത്ത് ഇനി ഒന്നും പറയണ്ട. ഇവരൊക്കെ പഠിപ്പിച്ച് ഓരോരോ സ്ഥാനത്തേക്ക് എത്തിയ ഇനി അവരവരുടെ കാര്യം നോക്കി അങ്ങോട്ട് ജീവിച്ചൂടെ? ഇനിയും ബാധ്യതകൾ ഇങ്ങനെ ഓരോന്ന് ഏൽപ്പിക്കുക. കുട്ടികളെ ഓർത്തട്ടാ ഞാൻ. അവറ്റോളം എന്തറിഞ്ഞു? തക്കാളി വരി, ഇനി ഉള്ളി. പെണ്ണുള്ളപ്പോൾ ഇതൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തേലും സാധനം അവിടെ എടുക്ക് എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് വന്ന് വയ്ക്കും. ഇപ്പോഴോ ആ പറയുന്നത് എല്ലാ പണിയും എല്ലാവരും പഠിച്ചിരിക്കണമെന്ന്, ഇല്ലെങ്കിൽ ഈ അവസ്ഥയാവും. ഇനിയിപ്പോൾ ഇത് വെച്ച് അറിയായി കഞ്ഞി എപ്പോൾ കഴിക്കാനാ? അത് രണ്ടും റെഡിയായി. ലക്ഷ്മിയ, അത് എനിക്ക് കറി വെക്കാനാണ്. കഞ്ഞിയൊക്കെ കറി വെക്കണ്ടേ ഇപ്പൊ? തക്കാളി കറി വെക്കാനാ. എന്താ അതിന് ചെയ്യണ്ടേ? എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിക്കുക, തക്കാളി ഇടുക. പരിപ്പൊന്നും വേണ്ട, അതൊക്കെ നേരം കുറെ. ഇപ്പൊ തന്നെ സമയത്രയായി. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നീ ഉറങ്ങല്ലേ? കുട്ടിക്ക് എങ്ങനെയുണ്ട്? നല്ല തണുപ്പൊക്കെ അല്ലേ അവിടെ? ഇവിടെ ഇപ്പൊ എന്താ ഊണ് കഴിക്കാറാവണു. ശരി ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കാം. സ്റ്റവ് എത്തിക്കണം. ആരാ ഈ നേരത്ത്? ആളില്ലാത്ത വീടാണ്, കൂട്ടിക്കിടക്കണല്ലോ.
ആ നമസ്കാരം സാർ. ആരാ? ഞാൻ ഈ മുനിസിപ്പാലിറ്റിന്നേ ഇതൊരു സർവേന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതെ, ഇരിക്കും. എന്താ അറിയണ്ട്? അതായത് ഈ നമ്മുടെ ഈ പൂട്ടിക്കിടക്കുന്ന വീടുകളൊക്കെ അതൊന്ന് നോക്കാനായിട്ട് വന്നതാണ്. ഇത് പൂട്ടി കിടക്കണ വീടാന്ന് ആരാ പറഞ്ഞു കുട്ടിയോട്? ഞാനിത് പുറത്തന്വേഷിച്ചപ്പോ എല്ലാരും പറഞ്ഞു ഇവിടെ എപ്പോഴും ആളുണ്ടാവാറില്ലെന്ന്. പറഞ്ഞത് സത്യം. അവിടെ ഞാൻ മാത്രമേ ഉള്ളേ, ബാക്കി ആരും ഇല്ല. അപ്പൊ പട്ടി കയറാണ്ടിരിക്കാൻ ഞാൻ അടുക്കളയിൽ എന്തേലും പണി എടുക്കുമ്പോ വാതിലൊന്ന് ചാരും, അത്രേ ഉള്ളൂ. പുതിയ ഓരോ നിയമം ഇങ്ങോട്ട് ഇറങ്ങണതിന്റെ മുമ്പ് തന്നെ ഇറങ്ങുകയാണ് സർവേക്കില്ലേ, എസ്കേപ്പ് ടാക്സ്. അതെ, ഈ തറവാടും വലിയ വീടൊക്കെ പൂട്ടിയിട്ട് വിദേശത്ത് ഓരോരുത്തർ ജോലിക്ക് പോകുമ്പോ ആ വീട് ഇങ്ങനെ പൂട്ടി കിടക്കല്ലേ, അതിനൊക്കെ ടാക്സ് മേടിക്കാന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടല്ലേ കുട്ടിയെ? സാർ ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമല്ല, ഇത് ഗവൺമെന്റിന്റെ ഓരോ നിയമങ്ങളല്ലേ, നമുക്കതനുസരിക്കുക, അതിന്റെ സർവേ എടുക്കുക, കൊടുക്കുക. അപ്പൊ ഇവിടെ എപ്പോഴും സാർ ഉണ്ടാവാറുണ്ട്. ഞാൻ ഉണ്ടാവും, ഞാൻ മരിക്കുന്നവരെ ഈ വീട്ടിലുണ്ടാവും. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് സുഗതൻ. സുഗതൻ. അതെ. എത്ര വയസ്സ്? എത്രയാണ്? വയസ്സ് 72. 72 അല്ലേ? 72 വയസ്സായപ്പോ നോക്ക് ഒറ്റയ്ക്കായി. വലിയൊരു വീടും ഇവിടെ ഒറ്റയ്ക്ക്. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഞാൻ പറയട്ടെ, ഇവിടെ ആരോട് ചോദിച്ചാലും പറയും സുമേഷ് നായരുടെ തറവാട് എന്റെ അച്ഛനാ. എന്റെ അച്ഛൻ 9 മക്കളാ, അതിലെ ഇളയ മോനാണ് ഞാന്. ഞാൻ പറയട്ടെ, എന്തത് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ് ഞാൻ. ഞാൻ പറയുമ്പോ ക്ഷമയോടുകൂടി കേട്ടിരിക്കണം, എന്നിട്ടേ സംശയം ചോദിക്കാവൂ. ഞാൻ പറയട്ടെ. അപ്പോ ഈ 9 മക്കളിലെ ഇളയ കുട്ടിയാണ് ഞാൻ. ബാക്കി ചിലരൊക്കെ മരിച്ചുപോയി, ചിലരൊക്കെ വേറെ സ്ഥലത്ത് ഭാഗം കിട്ടിയപ്പോ കുടുംബമൊക്കെ ആയിട്ട് പോയി. ഇളയ മകനായതുകൊണ്ട് തറവാട് എനിക്ക് തന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ? ഞാൻ പറയട്ടെ. അല്ലാതെ ഈ സാറിന്റെ കുടുംബം ഇവിടെ, വൈഫ്, മക്കള്, അവരൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലയോ? അതല്ലേ ഞാൻ പറയണേ, പിന്നെ എന്തിനാ ഇടയ്ക്ക് കയറണത്? അപ്പൊ അവരൊക്കെ പോയപ്പോ ഈ തറവാട് ഇളയ മകനായ എനിക്ക് കിട്ടി. മനസ്സിലായോ? എനിക്കൊരു ഭാര്യയും ഒരു മോളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഭാര്യയാണല്ലോ. അതാരാ തന്നോട് പറഞ്ഞു? 2-3 ഭാര്യമാരുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തന്നാലോ? അല്ല, നമ്മള് കുടുംബത്തിൽ പറഞ്ഞവർക്കല്ല. ഞാൻ പറയട്ടെ, കുടുംബത്തിൽ പറഞ്ഞവർക്ക് ഓരോ ഭാര്യ ഉണ്ട്. എന്റെ ഭാര്യ ഇപ്പൊ കാനഡയിലാണ്. ഇവിടെ ഇല്ല. എനിക്കൊരു മോളുണ്ട്, അവളിപ്പോ പ്രസവിച്ചു. അപ്പൊ ഒരാഴ്ചയായിട്ട് എന്റെ ഭാര്യനെ എന്റെ മരുവൻ കാനഡയിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ആരോടും മിണ്ടാനും പറയാനും ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയ. അല്ല, അത് ഇപ്പൊ സാർ മാത്രമാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. കുട്ടിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അല്ല സാറേ, അത് എനിക്ക് ഇതിപ്പോ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കാനുള്ള സമയമല്ല. കാരണം ഉച്ചയ്ക്ക് മുമ്പ് ഇത്ര വീട് തീർക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ല, ഇവിടെ ഇപ്പൊ ഈ ചുറ്റുവട്ടത്ത് ഉച്ചയ്ക്ക് മുമ്പ് തീർക്കേണ്ട വീടുകളുടെ എല്ലാ ലിസ്റ്റും ഞാൻ പറഞ്ഞുതരാം. ആരുടെയൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്ര മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നാ പോലെ. എന്റെ സാറേ, അതല്ല, എനിക്ക് നേരിട്ട് പോയിട്ടാണ് ഇതെല്ലാം എഴുതിയെടുക്കേണ്ടത്. അതാണ് സർവേ. ഒറ്റയ്ക്കല്ലടോ, മിണ്ടാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് കുട്ടി കുറച്ചേരം ഇവിടെ ഇരിക്കും. അതിനിപ്പോ എന്താണ് സാറിന് ഫോൺ എടുത്തിട്ട് വീഡിയോ കോളിൽ വൈഫിനെ വിളിക്കല്ലോ? ടെക്നോളജി വളർന്നൊക്കെയല്ലേ? എടാ മണ്ട, എന്നെ ആരാ പഠിപ്പിച്ചത്? കാനഡയിലെ രാത്രിയാവുമ്പോ ഇവിടെ പകലല്ലേ, ഇവിടെ പകലാവുമ്പോ അവിടെ രാത്രിയല്ലേ. അപ്പൊ ഞാൻ പകല് വിളിക്കുമ്പോ അവൾ ഉറങ്ങാവില്ലേ, അവള് വിളിക്കുമ്പോ ഞാൻ ഉറങ്ങാവില്ലേ? പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം ഞാനൊന്ന് വിളിച്ചു ബുദ്ധിമുട്ടിക്കും. ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വരാം, സാറുമായിട്ട് ഇവിടെ നിന്ന് കുറച്ചു നേരം വർത്താനം പറയാനായിട്ട്. ഒഴിവുള്ളപ്പോ കുട്ടി വരണട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതില് മോന്റെ ഫോൺ നമ്പർ ഒന്ന് അടിച്ചേ. ഒഴിവുള്ളപ്പോ ഞാൻ വിളിക്കാം. വാട്സപ്പ് ഈ നമ്പറിലല്ലേ? എല്ലാം ഇതിലാണ്. ഞാൻ ഇറങ്ങിക്കോട്ടെ. അല്ല, ഞാൻ ഒന്നങ്ങോട്ട് കോൾ ചെയ്യാം. എന്റെ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തോ. വന്നില്ലല്ലോ. അല്ല, ഇതില് നമ്പർ പരിശോധിക്കാനാണല്ലോ പറയുന്നത്. ഒരു മിനിറ്റ്, അതെന്തെങ്കിലും മിസ്റ്റേക്കിന് ചിലപ്പോ ലൈൻ ബിസി ആയിരിക്കും. ലൈനിന്റെ ബിസി ആയിരിക്കും ചിലപ്പോ. ഇതിൽ 9 നമ്പറുള്ളല്ലോ. ആണോ? എന്നാ പിന്നെ സാറ് ഒരു 0 കൂടി ആഡ് ചെയ്താൽ മതി, കറക്റ്റ് ആവും. അവന്റെ ഒരു 0 ആഡ് ചെയ്താൽ മതി, കറക്റ്റാണ്. എന്നോടാ അവന്റെ കളി.
ആ ശീതള, എന്താണോ ഇത് 2 ദിവസമായില്ലേ ഇങ്ങോട്ട് വരാ പറയണു? ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, കുറച്ചു നേരം കാര്യങ്ങളൊക്കെ മുണ്ടി പറഞ്ഞിരിക്കാച്ചിട്ടല്ലേ. ഓ, നിനക്ക് അവിടെ സുഖല്ലേ, പേരക്കുട്ടിയൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ചിരിക്കാലോ. ഇനി ഞാൻ വിളിക്കില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാ. കഞ്ഞി വെച്ചിട്ടുണ്ട്. ആ പിന്നെ തക്കാളി അയ്യോ, ഞാൻ പിന്നെ വിളിക്കാം. തക്കാളി കറി. അയ്യോ, എന്താ നീ പറയണ മണ്ടു? തന്നെ നടക്കാൻ വയ്യ എനിക്ക്. ഞാൻ എന്റെ ഇട കൂടെ ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഡ്രൈവും കൂടി പഠിക്കാത്ത കേടയുള്ളൂ. എടാ മണ്ട, എന്നെ ആരാ പഠിപ്പിച്ചത്? കാനഡയിലെ രാത്രിയാവുമ്പോ ഇവിടെ പകലല്ലേ, ഇവിടെ പകലാവുമ്പോ അവിടെ രാത്രിയല്ലേ. അപ്പൊ ഞാൻ പകല് വിളിക്കുമ്പോ അവൾ ഉറങ്ങാവില്ലേ, അവള് വിളിക്കുമ്പോ ഞാൻ ഉറങ്ങാവില്ലേ? വെച്ചാൽ ഒരു കുഴപ്പമില്ല. എന്താ അറിയോ, ഇപ്പൊ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോവാ, വെക്കേഷൻ ആയില്ലോ. ഓ, അപ്പൊ പ്യാരി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ വന്ന അവനെ അങ്ങോട്ട് കൊണ്ടുപോയ പിന്നെ ഞങ്ങൾ രണ്ടാളും ഫ്രീ ആയി. അങ്ങനെ വെച്ചാ ഒന്ന് നമുക്ക് ആലോചിക്കാം. ചേട്ടാ എന്താ വിശേഷമൊക്കെ? ഏയ് ഒന്നുമില്ല. അച്ഛനായിട്ട് വന്നാ? അച്ഛൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ 2 ആഴ്ച അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഇന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസം. സോഡിയത്തിന്റെ കുറവ്. രാമകൃഷ്ണൻ ശീതളനാണ്. ശീതളേട്ടൻ ആയിക്കോട്ടെ. പിന്നെ അപ്പൊ ഉണ്ണി പിന്നെ ഡൽഹിക്ക് പോയില്ലേ? തിരിച്ചു പോയില്ല? അമ്മ മരിച്ച സമയത്ത് അച്ഛൻ ഒറ്റക്കായില്ലേ, ഞാൻ പോയില്ല. അപ്പൊ ജോലി ഒഴിവാക്കി. നല്ല ശമ്പളല്ലേ? നല്ല ശമ്പളമായിരുന്നു, പക്ഷെ അച്ഛനായിരുന്നു നോക്കും. പണിക്കാരെ വേണം കാക്ക, പക്ഷെ മക്കളാവില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയതോ. പ്യാരി അവൻ ബാംഗ്ലൂരാ. അവന്റെ മോൻ ഞങ്ങളുടെ കൂടെ നിന്നാ പഠിക്കണത്. മക്കളെ കൂടി ഉണ്ടല്ലോ അല്ലേ? ആ മോൻ ഒരു മോനേ ഉള്ളൂ. അപ്പൊ അവന് വെക്കേഷൻ ആവാണല്ലോ. അപ്പൊ ഈ ആഴ്ചക്കുള്ളിൽ വരും അങ്ങോട്ട് കൊണ്ടുപോവാൻ. കൂട്ടിട്ട് പോവാൻ വേണ്ടി. എന്നാലും വന്നാലൊന്ന് പറയണം. പറയാം. കാരണം സുഹൃത്താണല്ലോ. അതെ അതെ അതെ. മുട്ടായി പണ്ട് കൊറേ മുട്ടായി മേടിച്ചു തന്നല്ലേ. ഒരു പാക്കറ്റ് മുട്ടായി മേടിച്ചു വെച്ചാ മുട്ടായി നല്ല വാശിയാ പോലെ. ഭയങ്കര സന്തോഷം. നോക്കിയേ അച്ഛാ, ചായലും കുടിച്ചിട്ട് പോവാട്ടാ. 6 മക്കളാ രാഘവേട്ടന്. ഇതിപ്പോ എല്ലാ കാര്യത്തിനും ഇവിടെ കൂടെ ഉള്ളത്. ഉണ്ണി നല്ല ഒന്നാന്തരം ജോലിയായിരുന്നു, അസല ജോലിയായിരുന്നു ഡൽഹിയിലേ. നല്ല ശമ്പളവും കളഞ്ഞിട്ട് നിക്ക, അച്ഛന് വേണ്ടിട്ട് നിക്ക. ആ പറഞ്ഞ വാക്കുകൾ കേട്ടോ നീ? അല്ല, അത് ഒരു ഭാഗ്യണേ. അതൊക്കെ ഭാഗ്യം ചെയ്യണം അതൊക്കെ. ഹലോ, അതെ എന്നേ ഡോക്ടർ ബ്രിട്ടോ ആണ്. എന്റെ പൊന്നു കുഞ്ഞെ, നിങ്ങളാ ലാബേ പോയേച്ച് ബ്രിട്ടോ ഡോക്ടർ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. അവിടെ സിസിലി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഉണ്ടാവും, നിങ്ങൾ അവരെ കണ്ടാൽ മതിയെന്നേ. നിങ്ങളുടെ കുഞ്ഞിന്റെ നെഞ്ചിൽ കഫം ഉണ്ടോന്ന് അറിയാനാ എക്സ്റേ എടുക്കാൻ പറയുന്നേ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാവോ? അത് ചെയ്തേച്ച് പോരും. എന്നാ വാഴയ്ക്കാണ് ഇത്?
പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്യല 100 സംശയം ഇങ്ങോട്ട്. ആ ഇരുന്നാട്ടെ, ഞാനിങ്ങനെ നോക്കി ഇരിക്കുവായിരുന്നേ. എന്താ വരാത്തേന്നേ? അല്ല കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. റിസൾട്ട് ഉണ്ട്, അതിവിടെ വന്നു. അതാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങ് പൊക്കത്തില്ല. എന്നതാ ഉദ്ദേശം? എന്നാന്ന്? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം വേണ്ട. അതിപ്പോ എന്നാ മരുന്നൊന്നും കഴിക്കുന്നില്ലേ? സമയത്തൊന്നും കഴിക്കില്ല. ഇതെന്നെ സമയക്കുറവ്? കഴിക്കാറൊക്കെ ഉണ്ട്. കഴിക്കും, തോന്നുമ്പോ കഴിക്കുമല്ലേ? ഞാൻ ഓർമ്മിപ്പിക്കണം. ആ ചെറുക്കന്റെ പുറകെ ഇങ്ങനെ ഓടന്നെ. ഏത് ചെറുക്കൻ? ഇല്ല, ഞങ്ങളുടെ മോനുണ്ടല്ലോ വീട്ടില്, ഭാര്യയുടെ കുട്ടിയുണ്ടേ. അപ്പൊ അവങ്ങനെ ഭയങ്കര കുസൃതിയാ. അപ്പൊ അവന്റെ പിന്നാലെ ഇങ്ങനെ ഓടുമ്പോ ചിലതൊക്കെ അങ്ങനെ. എന്നാ പൊന്നാ പറ്റാ, ഞാൻ പറഞ്ഞേക്കാം, ഈ ശരീരം ആരോഗ്യമൊക്കെ നിങ്ങളതാണേ. അത് നിങ്ങൾ തന്നെ നോക്കണം, അല്ലാണ്ട് വേറെ ആരും വരത്തില്ല. ആ ഇപ്പോഴാണ് തീരെ ഉറക്കല്ല. അതെന്നാ കാര്യം? അതിപ്പോ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലുമ്പോ എന്തോ അത് ശരിയാവണില്ല, പേടിയാണ്. നാളെ ഇപ്പൊ അതിന് പോണല്ലോ എന്നൊക്കെ ഓർത്ത് രാത്രി അതൊരു വിഷമം. അല്ലാതെ ആർക്കാ ഇത്ര ഭാഷി ഈ വയസ്സാം കാലത്ത് ഡ്രൈവിംഗ് പഠിക്കുന്നു? അതല്ല ഡോക്ടറെ, എനിക്കിത് പണ്ടേ ഇഷ്ടല്ല. പിന്നെ നിങ്ങൾക്കാണോ ഇത്ര ഭാഷി? അല്ല, മോൻ പറഞ്ഞു. മോനാ? അവൻ എന്നെ വയസ്സാം കാലത്ത് അപ്പനെ ഡ്രൈവറായിട്ട് നാടി വിറ്റാനാണോ? അവന്റെ ആവശ്യം എന്താ വെച്ചാൽ അയൽവക്കക്കാരൊക്കെ സ്വന്തം മക്കളെ സ്വന്തം കാറിലാ സ്കൂളിൽ വിടണേ. അപ്പൊ സ്വന്തം കാറിൽ അവന്റെ മകനെ സ്കൂളിൽ വിടണ വെച്ചാൽ വീട്ടില് കാറ് വേണമല്ലോ. വീട്ടില് കാറ് ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ ഡ്രൈവിംഗ് അറിയണ ഒരാളും ആവണം. അല്ല ഇതന്നെ ഈ മോന്റെ ചെക്കൻ എന്നാ നിങ്ങളെ കൂടെയാണോ? അവൻ ഇവിടെ നിന്നാ പഠിക്കണേ. എന്നാത്തിന്? അത് അവർക്ക് അവിടെ തിരക്കല്ലേ. നീ എന്നാ വാഴയ്ക്കാണ് ഈ പറയുന്നേ? അങ്ങനെയൊക്കെയാണ് ഡോക്ടർ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മോൻ ചെക്കനോട് വിളിച്ചിട്ട് ഈ കുഞ്ഞിനെ അവരോടല്ലേ സന്ദർശിക്കാൻ പറയും. മാതാപിതാക്കളാ കുഞ്ഞിനെ നോക്കണ്ടേ, അല്ലാതെ മുത്തശ്ശനും മുത്തശ്ശിയല്ല. അവർക്ക് നേരമില്ലല്ലോ. എന്നെ വർത്താനാന്നേ പറയുന്നത്. നിങ്ങളെ മോനെ നിങ്ങൾ തന്നെയല്ലേ വളർത്തിയത്, അല്ലാതെ നിങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിയും അല്ലല്ലോ അവനെ വളർത്തിയത്, ആണോ? എനിക്ക് അവൻ ആ പരിപാടിയൊന്നും വേണ്ട. മോൻ ചെക്കനെ വിളിച്ച് പറഞ്ഞേക്ക് ആ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകാന്. പണ്ടേ ഡോക്ടറുടെ അച്ഛൻ ഡോക്ടറായിട്ടിരിക്കുമ്പോ ഞാൻ അവനെ അത്ര പോകുമ്പോ കൊണ്ടുവരും. ഒരു ജലദോഷം വന്ന അപ്പ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോ ഡോക്ടറുടെ അച്ഛൻ പറയും, ഇങ്ങനെയുള്ളതിനൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, ഇതൊന്നും പേടിക്കാനൊന്നുമില്ല, സാധാരണ ജലദോഷമാണ്, അങ്ങോട്ട് മാറിക്കോളും. അത്ര പേടിച്ച് അത്ര കണ്ണിൽ ഉണ്ണിയായിട്ട് വളർത്തിയതാണ്. എന്നതാ ഇപ്പൊ അവസ്ഥ? തന്നെ കള്ളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. നോക്കായികല്ല, അവരുടെ കാര്യങ്ങൾക്കൊന്നും എപ്പോഴും അവര് പ്രാപ്തരല്ല. അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങള് രണ്ടാളും തന്നെ നോക്കണം എന്നാ ധാരണ. അതൊന്നുമില്ല, അത് നിങ്ങളിങ്ങനെ അവരെ വിടാതെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ? അങ്ങ് വിട്ടോളേ, അവർക്ക് തന്നെ തന്നെ വളരട്ടെ. പിന്നല്ലാണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ അസുഖം കൂടിയിട്ട് വന്നാൽ ഞാൻ വിളിച്ചാൽ കിടത്തുവേ. മരുന്ന് ആഹാ, ഇത് മരുന്ന് കഴിക്കുന്നില്ലയോ? അതാദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും ഡോക്ടറെ. ആവി പിടിക്കണ്ട്. ആവി പിടിച്ചാ പോരാ. എന്നെ ഉപദേശിക്കുന്ന ആള്, ഞാൻ ഈ ചുമയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇയാള്. അപ്പൊ ഞാൻ പറയും, ഒന്ന് ആശുപത്രിയിൽ പോ, അല്ലെങ്കിൽ വിട്ടോ ഡോക്ടറെ ഒന്ന് പോയി കാണും. അത് കൂട്ടാക്കില്ല. അവൾക്ക് ഈ സാധാരണ നാട്ടുവൈദ്യമൊക്കെ മതി. എനിക്ക് എന്തെങ്കിലും വരുമ്പോഴാ ആശുപത്രിയിൽ കൊണ്ടുവരാൻ നിർത്തി. ഇത് സംഗതി എനിക്ക് മനസ്സിലായി. നിങ്ങളാ മോൻ ചേർക്കന്റെ കൂടെ അങ്ങനെ പോകുന്നു, ഈ അമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ പിന്നാലെ ഓടുന്നു. അപ്പൊ അവർക്കും അസുഖം മാറുന്നില്ല, നിങ്ങൾക്കും അസുഖം മാറുന്നില്ല. എന്റെ നല്ല വേണ്ടു. ഇതിപ്പോ ഞാന് ഒരു ഇഞ്ചക്ഷൻ എഴുതി തരാം. അല്ല അത് കുറയത്തില്ല. ഇഞ്ചക്ഷൻ പേടിയാ, ഗുളിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാ പേടിക്കുന്നേ? ഞാനിപ്പോ എഴുതുന്ന മരുന്നുണ്ടല്ലോ, ഇത് ഒരാഴ്ച അങ്ങോട്ട് കഴിക്കണം. കഴിച്ചേച്ച് എന്നെ വന്ന് കാണണം കേട്ടാ. ഓ, അതോ ഇനി ഇതിന് മുടക്കം വരുത്തുവോ? ഇല്ല വരാം. വരാൻ എനിക്ക് വയ്യ ഡോക്ടറെ, നല്ല ക്ഷീണുണ്ട്. ക്ഷീണം ഉണ്ടാവും, വയ്യക്ക്. അത് കാഴ്ചയൊക്കെ ഉണ്ട്. റിസൾട്ടിലെല്ലാം അപ്പടി ക്ഷീണം.
അമ്മച്ചിയെ അമ്മച്ചി ഈ മരുന്ന് മേടിക്കണം, ആ ഇഞ്ചക്ഷനും എടുത്തേക്കണം കേട്ടോ. ഞാൻ അപ്പച്ചനെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പച്ച പറ്റിയല്ല, ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റിയല്ല കേട്ടോ. രണ്ടാളെയും കൂടെ ഞാൻ ഇവിടെ അങ്ങ് കൂട്ടും. അതെ, കൊച്ചുമകളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ നിർത്തണ്ട. നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? നല്ല നല്ല പ്രായത്തില് മോനെയൊക്കെ നല്ല പോലെ നോക്കി വളർത്തി ഒരു കരയ്ക്ക് പറ്റിച്ചില്ലയോ? ഇല്ലെങ്കിൽ തന്നെ അവര് വളരട്ടെ, നമ്മളെ ആരോഗ്യം നോക്കണം. അവരൊക്കെ എപ്പോഴും തിരക്കില്ല. തിരക്ക് വാഴയ്ക്ക തന്നെ തള്ളേനെ നോക്കിയിട്ടുള്ള തിരക്കൊക്കെ മതി, അല്ലാത്ത മക്കളെ പിന്നാലെ കൂടണ്ട. ആ ആയിക്കോട്ടെ, ഇറങ്ങാം. ഓ ഓ ഓ ഓ കേട്ടല്ലോ. അല്ലല്ല, ഞങ്ങള് റെഡിയാണ്. ഞങ്ങൾ രണ്ടാളും റെഡിയാണ്. മണ്ടും ഞാനും ഒക്കെ റെഡി ആയിട്ടിരിക്ക. അതെ, അപ്പൊ അതെയോ? ഇങ്ങോട്ട് വരാല്ലേ? ഇങ്ങോട്ട് വരൂല്ലേ? ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരണ്ട. ആയിക്കോട്ടെ. എല്ലാം കഴിഞ്ഞു. ശരി. ആയിക്കോട്ടെ. മണ്ടോ? അതെ, സത്യശീലൻ ഇങ്ങോട്ട് വരാന്ന്. നമ്മൾ അങ്ങോട്ട് പോണ്ട, വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കയറാന്ന് പറഞ്ഞത്. അത് നന്നായി. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് വെക്കണ്ടേ? എന്നാ പിന്നെ ഈ ബാഗും സാധനങ്ങളൊന്നും പേറ്റി അങ്ങോട്ട് നടക്കണ്ടല്ലോ. അത് നന്നായുള്ളൂ. എന്തപ്പത് ഇതില് പോവാനോ രണ്ടാൾക്ക്? എന്തിന് കണ്ട സാധനങ്ങളൊക്കെ അവിടെ ആകെ 2 ദിവസത്തെ ഒരു ടൂറിനായി പോണത് നമ്മള്. അല്ല, അതിപ്പോ അവിടെ എത്തുമ്പോ വല്ല തണുപ്പറ്റാണെങ്കിൽ ഞാൻ തണുപ്പിന്റെ ജാക്കറ്റ് ഒക്കെ എടുത്തു. ജാക്കറ്റിന് ഇപ്പൊ ഇത്ര വലിയ പെട്ടിയൊന്നും വേണ്ട. അപ്പതേ അല്ല, പിന്നെ കുഴമ്പൊക്കെ എടുത്തേ. ഈ അവിടെ എത്തുമ്പോ കാലുവേദനയോ? ഇതിപ്പോ അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെയാണ്, ഏറുമാടത്തിലൊക്കെയാണ് താമസം. അതിന് വലിയ ഉടുപ്പൊന്നും വേണ്ട. അപ്പൊ അതിനെ ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ വേണ്ടു. അതൊക്കെ ഇത് കൊണ്ടവണാച്ചാ തന്നെ 3 ആള് വേറെ വേണം. അവിടെ എത്തിയിട്ട് ഓരോന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ എന്താ നീ ഒരു അറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് വരേണ്ടി വന്ന്. ആരതി സൂര്യ എവിടെ? ഇല്ല, അവളെ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവൾക്ക് നല്ല സുഖമില്ലേ. എന്തേ? ഒന്നും പറയണ്ട, ബെഡ് റെസ്റ്റ് ആണ്. എന്താണ്ടായേ? നീ എന്തൊന്നും വിളിച്ചു പറയാത്തെ? അവള് 3 മാസം പ്രഗ്നന്റ് ആണേ. പക്ഷേ ഇത്തവണ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അമ്മേ. ബെഡ് റെസ്റ്റ് വേണം, ബെഡിൽ നിന്ന് അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്റെ കുട്ടി, എന്നിട്ട് നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവളെ നോക്കി അവിടെ നിക്കണ്ടേ? അമ്മ എന്ത് വർത്താനം ഈ പറയണ? ഞാൻ അവളെയും ശുശ്രൂഷിച്ച് അവിടെ നിന്ന് എനിക്ക് ജോലിക്ക് പോകണ്ടേ? എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? അമ്മ എന്റെ കൂടെ നാളെ വരണം. അമ്മനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എടാ പ്യാരി, ഞങ്ങൾക്കൊന്നും അവിടെ വന്ന് നിന്ന് അവിടത്തെ ആ ഒരു കാലാവസ്ഥ ഒന്നും ചോദിച്ചു പോവില്ല. അല്ല, അച്ഛന്റെ കാര്യം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അച്ഛന് ബാംഗ്ലൂര് പറ്റൂല, അവിടുത്തെ ഭക്ഷണം പറ്റൂല, അച്ഛൻ അവിടെ സിങ്കാവൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിക്കണില്ല. അച്ഛൻ വരണ്ട, അമ്മ മാത്രം വന്നോ മതി. അച്ഛൻ ഇവിടെ നിന്നോ. എന്താ നീ പറയണേ? എന്റെ അമ്മ അവൻ അവിടെ സ്കൂളിൽ ചേർക്കാന്നാ കരുതിയിട്ടുള്ളത്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കണം, അവളുടെ കാര്യങ്ങൾ നോക്കണം. ഡെലിവറി വരെ വേറെ ആര് ചെയ്യാനാണ്? എടാ, അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അച്ഛനിപ്പോ ഒറ്റക്കാണതാണ് വലിയ പ്രശ്നം. അച്ഛൻ പണ്ട് ഒറ്റക്കൊക്കെ നിന്നല്ലേ ജോലിക്ക് പോണ സമയത്ത്. അവിടെ ഒറ്റക്ക് ഭക്ഷണമൊക്കെ വെച്ച് നിന്ന് താമസിച്ചിട്ടുള്ള ആളല്ലേ. പിന്നെ ഇപ്പൊ എന്താണ്? മോനെ, ഇപ്പൊ അങ്ങനെയല്ല. അച്ഛന് ഒരുപാട് ഗുളികയൊക്കെ കഴിക്കാനുണ്ട്. അതൊക്കെ അമ്മന്റെ അടുത്ത് കൊടുത്താലേ ശരിയാവുള്ളൂ. അച്ഛന് നല്ല ആരോഗ്യവും പ്രാപ്തിയൊക്കെ ഉണ്ടല്ലോ. അവനവന്റെ ഗുളിക എടുത്ത് തിന്നാൻ അച്ഛനെ അറിയാൻ പാടില്ലേ? ഒരു കാര്യം വരുമ്പോ അല്ലേ മനുഷ്യൻ സഹായത്തിന് വേണ്ടത്. അച്ഛനും അമ്മയാണെന്നും പറഞ്ഞ് നടന്നാ മതിയാ? ഞാൻ എന്ത് ചെയ്യാനാണ് അന്യ നാട്ടിൽ അവളെ കൊച്ചിനെ ഒറ്റക്ക് ഇട്ടിട്ട്? എനിക്ക് എന്റെ ജോലി നോക്കണ്ടേ? എടാ, അങ്ങനെയല്ല. അച്ഛൻ ഒറ്റയ്ക്ക് പറ്റില്ലപ്പോ. അച്ഛൻ ഒറ്റക്ക് പറ്റില്ലെന്ന് പറഞ്ഞാ അപ്പൊ എനിക്ക് ഒറ്റക്ക് പറ്റുമെന്നാണ്. എന്താണ് ഈ പെട്ടിയും ബാഗും ഒക്കെ?
ആരെങ്കിലും വിരുന്ന് വന്നിട്ടുണ്ട് ഇവിടെ? ഞങ്ങളൊരു യാത്ര പോവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. യാത്ര പോകെ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എവിടെ പോണു? അത്ര വലിയ യാത്ര ഒന്നും അല്ല. ആ സത്യശീലന്റെയും കുടുംബത്തിന്റെയും കൂടെ വയനാട് വരെ ഒരു 2 ദിവസത്തേക്ക്. ഇത്രേ ഉള്ളൂ. അതിപ്പോ പറയാനൊന്നുമില്ല. അച്ഛനാ സത്യനങ്കിളിന്റെ വാക്ക് കേട്ടിട്ടാണ് ഈ തുള്ളണത്. എന്തും വിചാരിച്ചിട്ടാണ് ഈ പ്രായമായപ്പ. ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോൾ ആണ്. അമ്മക്കാണെ മുട്ടുവേദനയാണ്. ടൂറ് നടക്കാൻ പോണേണ് ഉള്ള തണുപ്പത്തും മലയിലും കുന്നിലും ഒക്കെ. സത്യേട്ടൻ അങ്ങനെ പറയാ. അയാൾക്ക് മക്കളുമില്ല, ഉത്തരവാദിത്വമില്ല, ബാധ്യതയില്ല. തോന്നുമ്പോ വീടും പൂട്ടി എവിടെ വേണേലും ഇറങ്ങി പോകാം. അച്ഛനും അമ്മ അങ്ങനെയാണാ? എനിക്ക് വേറെ ആരാ ഉള്ളത്? എന്റെ കൂടെ ജോലി എടുക്കണവരുടെ അച്ഛനും അമ്മയൊക്കെയാണ് വന്ന് അവിടെ നോക്കണത്, ഭാര്യനെ മക്കളെയൊക്കെ. ഇവിടെ മാത്രം പുതിയൊരു കാര്യമൊന്നുമല്ല ഇത്, ഇത്രയും വലിയ ആലോചിക്കാൻ. മക്കളുള്ള കാലത്തും ഞങ്ങളിതൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളുടെ കൂടെ തന്നെ അല്ലായിരുന്നു. അന്നും ഞങ്ങൾക്ക് നേരണ്ടായിട്ടില്ല നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നടന്നിട്ട്. ഇന്നും ഞങ്ങൾക്ക് പറ്റില്ല. എന്നാ ഇനി ഞങ്ങൾ പോണ്ടേ? ഡാ, ഒരു കാര്യം ചെയ്യാം. അവക്കൊരു 6 മാസമൊക്കെ ആകുമ്പോ അമ്മ അങ്ങോട്ട് വരാം. അതുവരെ ഒരാളെ നിർത്ത്. അതൊന്നും ശരിയാവൂല അമ്മ. ആരെങ്കിലും വിശ്വസിച്ച് വീട്ടിൽ വിളിച്ച് നിർത്താൻ പറ്റുമോ? ഭക്ഷണം വെക്കണത് ഒന്നാമത്തെ ശരിയാവൂല. അവൾക്ക് ഒട്ടും പറ്റൂല ജോലിക്കാരൊക്കെ വെച്ച് കൊടുക്കണത്. അതുപോലെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് കട്ടുണ്ടു പോയാൽ ആരറിയും? ആരെ വിശ്വസിക്കാനാണ്? എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊന്നിട്ടിട്ടാണ് ഇപ്പൊ ആളുകൾ പോണത്. എനിക്ക് ആരോഗ്യമുള്ള ഒരു അച്ഛനും അമ്മയും ഉള്ളപ്പോ ഞാൻ എന്തിനാ കൂലിക്കാളെ വെക്കണത്? എനിക്ക് അതാ മനസ്സിലാകാത്തത്. ഞാൻ പറയാനുള്ള പറഞ്ഞ്, ഇനി നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പോവാ ശീതളേട്ടാ. സത്യ, ഞങ്ങളില്ല ഈ യാത്രക്ക്.